മക്കളെ, വെൽക്കം ടു എക്സലൻസ് ഓൺലൈൻ ക്ലാസ്സസ്. അപ്പോൾ നമ്മൾ ഇതുവരെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണ് നോക്കിക്കൊണ്ടിരുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഏതാണ്? 13ാമത്തെ 13 ക്വസ്റ്റ്യൻ ആണ് നമുക്ക് നോക്കാനുള്ളത്. എന്താണ് 13 ക്വസ്റ്റ്യൻ നോക്കിയേ. ആൽക്കീൻസ് അണ്ടർഗോ പൈറോളിസിസ്. ആൽക്കീൻസുകളെ പൈറോളിസിസ് നടത്തുക. എന്താ പൈറോളിസിസ് എന്ന് പറഞ്ഞാൽ? ഓർഗാനിക് ആയിട്ടുള്ള മോളിക്യൂൾസ്, ആൽക്കൈൻ പോലുള്ള എന്താണ് മോളിക്യൂൾസിന് എന്ത് ചെയ്യുക, കോമ്പൗണ്ടുകൾ നമ്മൾ എന്ത് ചെയ്യുക, മോളിക്യൂൾസ് അല്ല കോമ്പൗണ്ടുകൾ നമ്മൾ എന്ത് ചെയ്യുക, ഹൈ ടെമ്പറേച്ചറിലും അതുപോലെ എന്താണ് ഹൈ ടെമ്പറേച്ചറിൽ ആബ്സെൻസ് ഓഫ് ഓക്സിജൻ്റെ ആബ്സെൻസിൽ വാക്കത്തിൽ എന്ത് ചെയ്യുക, നമ്മൾ എന്ത് ചെയ്യുക, ഹൈ ടെമ്പറേച്ചറിൽ എന്ത് ചെയ്യുക, ഡീകമ്പോസ് ചെയ്യുന്നതിന് റിയാക്ഷനെയാണ് നമ്മൾ പൈറോളിസിസ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? നമ്മൾ പൈറോളിസിനെ കുറിച്ച് പഠിച്ചാണ്, എക്സാമ്പിൾസ് പഠിച്ചതാണ്. അപ്പോൾ ഈ പൈറോളിസിന് എന്താണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാനാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. ഞാൻ പറഞ്ഞു ഹൈ ടെമ്പറേച്ചറിലാണ് നടക്കുക, ആബ്സെൻസ് ഓഫ് ഓക്സിജൻ ആണ്, അല്ലെങ്കിൽ ഇൻ വാക്കത്തിലാണ് നടക്കുക. അപ്പോൾ നോക്കിക്കോ, ഓപ്ഷൻ എ എന്ന് പറഞ്ഞാൽ അറ്റ് വെരി ഹൈ പ്രഷർ ആൻഡ് ഇൻ ദ പ്രഷർ ഓഫ് എയർ. അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ പൈറോളിസിസിൽ? പ്രഷറിൻ്റെ കാര്യമൊന്നുമില്ല അല്ലേ. അറ്റ് വെരി ഹൈ പ്രഷർ ആൻഡ് ഇൻ പ്രഷർ ഓഫ് എയർ, എയറിൻ്റെ പ്രഷറിലാണ്. അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ പറഞ്ഞു ആബ്സെൻസ് ഓഫ് എയർ ആണ്, എയറിൻ്റെ ആബ്സെൻസിൽ ഹൈ ടെമ്പറേച്ചറിലാണെന്ന് പറഞ്ഞു. അപ്പോൾ ഏ തെറ്റാണ്. അറ്റ് വെരി ലോ ടെമ്പറേച്ചർ, ലോ ടെമ്പറേച്ചറിലല്ല നടക്കുന്നത്, ഹൈ ടെമ്പറേച്ചറിൽ നടക്കണം. അപ്പോൾ തെറ്റാണ്. അറ്റ് വെരി ഹൈ ടെമ്പറേച്ചർ ഇൻ ആബ്സെൻസ് ഓഫ് എയർ, നമ്മൾ പറഞ്ഞ വാക്ക് അവിടെ വന്നു. ഓപ്ഷൻ സി ആണ് ആൻസർ. വെരി ഹൈ ടെമ്പറേച്ചറിൽ ആബ്സെൻസ് ഓഫ് എയർ, എയറിൻ്റെ ആബ്സെൻസിലാണ് നടക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ ഏതാണ്? സി ആണ് ശരിയായത്. അടുത്തെന്താണ്? വെരി ഹൈ ടെമ്പറേച്ചർ പ്രസൻസ് ഓഫ് എയർ, അത് തെറ്റാണ്. എയറിൻ്റെ പ്രസൻസിലല്ല ആബ്സെൻസിലാണ് നടക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ സി ആണ്, ആബ്സെൻസ് ഓഫ് എയർ ആണ്, എയറിൻ്റെ ആബ്സെൻസിലാണ് റിയാക്ഷൻ നടക്കുക, പൈറോളിസിസ് റിയാക്ഷൻ നടക്കുക. അപ്പോൾ ഏതാണ്? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. അടുത്തത് എന്താ ചോദിച്ചിട്ടുള്ളത്? ദ കറക്റ്റ് ഓർഡർ ഓഫ് സ്റ്റെബിലിറ്റി ഏതാണ്? പ്രൈമറി, സെക്കൻഡറി, ടെറിഷറി കാർബോകാറ്റയോൺസ്. കാർബോകാറ്റയോൺസുകളുടെ ഓർഡറാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം കാർബോകാറ്റയോൺസിലെ പ്രൈമറി ഉണ്ട്, അതുപോലെ സെക്കൻഡറി ഉണ്ട്, ടെറിഷറി ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ഏറ്റവും സ്റ്റെബിലിറ്റി കൂടിയതായിരിക്കാണ് എപ്പോഴും ടെറിഷറിക്കാണ് വരിക കേട്ടോ. അഥവാ R3C കാറ്റയോൺസ് ആണ്, പോസിറ്റീവ് ചാർജ് ആണ്. R3C+ ആണ് പ്രൈമറി എന്ന് ഒരു ടെറിഷറി എന്ന് പറയുന്നത്. ഏതാണ്? ടെറിഷറി ആണ് കേട്ടോ. ഈ ടെറിഷറിയിൽ എന്താണ് പ്രത്യേകത ഉണ്ടാവുക? R3SH, R3C+ ആണ് അല്ലേ, കാറ്റയോണാണ് വരിക. അതുകൊണ്ട് ഇവിടെ എന്തുണ്ടാവും? ഇൻഡക്റ്റീവ് എഫക്റ്റ് ഉണ്ടാവും, പോസിറ്റീവ് ഇൻഡക്റ്റീവ് എഫക്റ്റ് ഉണ്ടാവും. ഡെൻസിറ്റിയുടെ നമ്മൾ പഠിച്ചിട്ടില്ല, ഇൻഡക്റ്റീവ് എഫക്റ്റ് പഠിച്ചിട്ടില്ലേ? നെഗറ്റീവ് ഇൻഡക്റ്റീവ് എഫക്റ്റും പഠിച്ചാണ്, പോസിറ്റീവ് ഇൻഡക്റ്റീവ് എഫക്റ്റും പഠിച്ചാണ്. അപ്പോൾ ഇൻഡക്റ്റീവ് എഫക്റ്റിൻ്റെ ഇൻഫ്ലുവൻസും അതുപോലെ ഹൈപ്പർ കോൺജുഗേഷൻ ഉണ്ടാവും. ഷിഫ്റ്റ് ചെയ്യും, സിഗ്മ ബോണ്ട് ഷിഫ്റ്റ് ചെയ്യുന്നതിന് ഹൈപ്പർ കോൺജുഗേഷൻ, ഈ റെസൊണൻസ് ആയിട്ടുള്ള ഷിഫ്റ്റ് ചെയ്യും, ഹൈപ്പർ കോൺജുഗേഷൻ ഉണ്ടാവും. ഹൈപ്പർ കോൺജുഗേഷനും അതുപോലെ ഇൻഡക്റ്റീവ് എഫക്റ്റും കാരണം ടെറിഷറിക്കാണ് ഏറ്റവും കൂടുതൽ സ്റ്റെബിലിറ്റി ഉള്ളത്. അത് കഴിഞ്ഞിട്ടാണ് ആർക്കുണ്ടാവുക മക്കളെ? സെക്കൻഡറിക്ക് പിന്നെയാണ് ആർക്കുണ്ടാവുക? പ്രൈമറിക്ക് ഉണ്ടാവുക. അപ്പോൾ ടെറിഷറി, സെക്കൻഡറി, പ്രൈമറി, പിന്നെയാണ് ആർക്കുണ്ടാവുക? RCH2 പോസിറ്റീവ് ഇയാൾക്കുണ്ടാവും കേട്ടോ, പ്രൈമറിക്ക് ഉണ്ടാവും. അപ്പോൾ ഏറ്റവും സ്റ്റെബിലിറ്റി കൂടിയ ആൾ ആരാണ്? ടെറിഷറി, പിന്നെ സെക്കൻഡറി, പിന്നെ പ്രൈമറി. അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. അതുപോലെ ഇൻഡക്റ്റീവ് എഫക്റ്റും ഹൈപ്പർ കോൺജുഗേഷനൊക്കെ ഒന്ന് നന്നായിട്ട് നോക്കട്ടോ മക്കളെ. അപ്പോൾ അടുത്തെന്താ ചോദ്യം എന്താ മക്കളെ? ഹൈ ഡെൻസിറ്റി പോളിമേഴ്സ്. നിങ്ങൾ പോളിമേഴ്സ് പഠിച്ചിട്ടുണ്ട്, അതിൽ രണ്ടെണ്ണുണ്ട്. ലോ ഡെൻസിറ്റി പോളിമേഴ്സും പഠിച്ചിട്ടുണ്ട്, ഹൈ ഡെൻസിറ്റി പോളിമേഴ്സും പഠിച്ചിട്ടുണ്ട്. അതിലെന്താണ്? ഹൈ ഡെൻസിറ്റി പോളിമേഴ്സ് വിത്ത് ഹൈ ടെക്സ്റ്റൈൽ സ്ട്രെങ്ത് ആൻഡ് ഹൈ മെൽറ്റിംഗ് പോയിന്റ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഹൈ ഡെൻസിറ്റി പോളിമേഴ്സിൽ എന്ത് പഠിച്ചിട്ടുണ്ടാവും? എക്സാമ്പിൾസ് പഠിച്ചിട്ടുണ്ടാവും. അതിൽ ടെക്സ്റ്റൈൽ സ്ട്രെങ്ത്തും മെൽറ്റിംഗ് പോയിന്റും കൂടിയ ആളാരാണെന്നാണ് ചോദ്യം. അപ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെ തന്ന ഓപ്ഷൻസ് ഒന്ന് നോക്കിയേ മക്കളെ. ഇവിടെ തന്ന ഓപ്ഷൻസിൽ ആരാണ്? ലീനിയർ പോളിമർ ഉണ്ട്. ലീനിയർ പോളിമർ എന്ന് പറയുന്ന ലീനിയർ പോളിമർ ഒരു ഹൈ ഡെൻസിറ്റി പോളിമർ തന്നെയാണ്. ലീനിയർ പോളിമേഴ്സ് എന്ന് പറയുന്നത്. പക്ഷെ ലീനിയർ പോളിമേഴ്സിൻ്റെ
മെൽറ്റിംഗ് പോയിന്റും അതുപോലെ തന്നെ ടെൻസൈൽ സ്ട്രെങ്തും കമ്പാരിറ്റീവ്ലി ലോ ആണ്. കമ്പാരിറ്റീവ്ലി അത്ര ഹൈ ഒന്നും പറയാൻ പറ്റില്ല, കമ്പാരിറ്റീവ്ലി ലോ ആണ്. അടുത്ത നാച്ചുറൽ പോളിമേഴ്സ് എന്ന് പറയുന്നത് ഒരു ഹൈ ഡെൻസിറ്റി പോളിമറേ അല്ല, നാച്ചുറൽ ആയിട്ടുള്ള ആളാണ്. അപ്പോൾ ഇയാളെ നമുക്ക് കൺസിഡർ ചെയ്യുന്ന വേണ്ട. അടുത്ത ആരാണ്? ബ്രാഞ്ചഡ് ചെയിൻ പോളിമേഴ്സ്. ബ്രാഞ്ചഡ് ചെയിൻ പോളിമേഴ്സ് എന്ന് പറയുന്നത് ഒരു ലോ ഡെൻസിറ്റി പോളിമർ ആണ് കേട്ടോ. അത് നിങ്ങൾക്കറിയില്ല, ബ്രാഞ്ചഡ് ചെയിൻ പോളിമർ ലോ ഡെൻസിറ്റി, നമുക്ക് ഹൈ ഡെൻസിറ്റി ആണ് ക്വസ്റ്റ്യൻ തന്നെ. അപ്പോൾ ഇയാളെ കൺസിഡർ ചെയ്യാൻ തന്നെ വേണ്ട. പിന്നെ ഡി നോക്കുക, ക്രോസ് ലിങ്ക്ഡ് പോളിമേഴ്സ്. ക്രോസ് ലിങ്ക്ഡ് പോളിമേഴ്സ് ഒരു ഹൈ ഡെൻസിറ്റി പോളിമർ ആണ്. അത് മാത്രമല്ല ഇവരുടെ ടെൻസൈൽ സ്ട്രെങ്ത്തും അതുപോലെ മെൽറ്റിംഗ് പോയിന്റ് എന്താണ്? ഹൈ ആണ്. അപ്പോൾ ആൻസർ ഈസ് ഓപ്ഷൻ ഡി ആണ് ആൻസർ വരിക. ഓക്കെ ആണോ? അപ്പോൾ ഹൈ ഡെൻസിറ്റി പോളിമറിൽ ഹൈ ടെൻസൈൽ സ്ട്രെങ്ത്തും ഹൈ മെൽറ്റിംഗ് പോയിന്റ് ഒക്കെ ഉള്ള ആർക്കാണ്? ക്രോസ് ലിങ്ക്ഡ് പോളിമറിനാണ്. ക്രോസ് ലിങ്ക്ഡിനെ കമ്പയർ ചെയ്യുമ്പോൾ ലീനിയർ പോളിമറിന് എന്താണ്? കുറവാണ്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? ദ മോണോമർ യൂണിറ്റ് ഓഫ് പോളിവിനൈൽ ക്ലോറൈഡ്. പി വി സിയുടെ എന്താ ചോദിച്ചിട്ടുള്ളത്? പി വി സിയുടെ മോണോമർ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. പി വി സിയുടെ മോണോമറിന് ചോദിച്ചിട്ടുണ്ട് അല്ലേ? അപ്പം പി വി സിയുടെ മോണോമർ ഏതാണ്? നമ്മൾ പഠിച്ചതാണ് അല്ലേ? പി വി സിയുടെ മോണോമർ ഏതാണ്? ഇതാണോ? CH3CH2Cl ആണോ? അല്ല. എപ്പോഴും ഡബിൾ ബോണ്ട് ഉണ്ടാവും മോണോമറിലെ. നമ്മൾ പോളിമറൈസേഷനിൽ അധികം മോണോമറിനൊക്കെ ഡബിൾ ബോണ്ട് ഉണ്ടാവും. അപ്പോൾ ഏതാണ്? ബി നോക്കിയേ, CH2. ഇതല്ലേ CH2CHCl അല്ലേ? നമ്മൾ എങ്ങനെ ഉണ്ടാക്കി? ഈഥീനെടുത്ത് CH2 ഡബിൾ ബോണ്ട് CH2നെ നമ്മൾ എന്ത് ചെയ്തു? സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നടത്തും. Cl2നെ ആയിട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നടത്തുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? CH2 ഡബിൾ ബോണ്ട് CHCl കിട്ടും ഇല്ലേ? പ്ലസ് എന്ത് കിട്ടും? ഒരു HCl കൂടിയും കിട്ടും. ഇയാളെ പോളിമറൈസേഷൻ നടത്തിയിട്ടാണ് നമുക്ക് എന്ത് കിട്ടുക? PVC കിട്ടുക അല്ലേ? ഇങ്ങനെ ഈ മോണോമറിന് N ടൈംസ് എടുക്കുക. ഇവിടെ എഴുതുന്നുണ്ട് N ടൈംസ് CH2 ഡബിൾ ബോണ്ട് CHCl എടുത്തിട്ട് നമ്മൾ പോളിമറൈസേഷൻ നടത്തിയാൽ നമുക്ക് എന്ത് കിട്ടും? CH2 CHCl പിന്നെ N ടൈംസ് അല്ലേ? ഇങ്ങനെ ഒരു PVC അറിയുന്ന പോളിമർ കിട്ടും. അപ്പോൾ CH2CH അല്ലേ? CH2 ഡബിൾ ബോണ്ട് CHCl ആണ് PVCയുടെ മോണോമർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് കറക്റ്റ് ആൻസർ കേട്ടോ. ബാക്കിയൊക്കെ എന്താണ്? തെറ്റാണ്. ഓക്കെ അല്ലേ മക്കളെ? അപ്പോൾ ഇതുവരെയുള്ളത് 1 മുതൽ 16 വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് എന്ത് പറഞ്ഞത്? ഓപ്ഷൻസ് ഒക്കെ ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് അല്ലേ? മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് കേട്ടോ. നമുക്ക് ABCD ഓപ്ഷൻസ് ഒക്കെ ഉള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞത്. അപ്പോൾ 1 മുതൽ 16 വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ആ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് കൺസെപ്റ്റ് അറിഞ്ഞാലേ നമുക്ക് എന്ത് ഉള്ളൂ? ഓരോന്നിൻ്റെ ആൻസർ എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ ഡീപ്പായിട്ട് എല്ലാം നന്നായിട്ട് നോക്കിയിട്ട് പോവുക. ഓക്കെ മക്കളെ? അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിർത്തുകയാണ്. അപ്പോൾ അടുത്ത ക്ലാസ്സുമായിട്ട് നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു മക്കളെ.